ഹലോ. അപ്പോളേ ഞാൻ ഒരു സാധനം കണ്ടിട്ടുണ്ട്, നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. എന്താണെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ എല്ലായിടത്തും ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ അത് മഴ പെയ്യുമ്പോഴാട്ടോ നമ്മൾ അധികം കാണുക. നമ്മളെപ്പോലെ അതെ എൻ്റെ ഏജിൽ ഒക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ അറിയാവും, അമ്മമാർക്കും അറിയാം, അമ്മ മുത്തശ്ശിമാർക്കൊക്കെ അറിയാവും. എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല, എന്നാലും നമ്മൾ സ്കൂളിൽ പോണ സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ വയലിൽ പുല്ലൊക്കെ ഉള്ളിടത്ത് കാണാം. എന്താണെന്ന് ആർക്കെങ്കിലും ഇപ്പം മനസ്സിലായിട്ടില്ലല്ലോ? ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ കൂടെ വാ. നമ്മളെ റോഡിൻ്റെ സൈഡിൽ കുറച്ച് കപ്പയുടെ ഒക്കെ അടുത്ത് കുറച്ച് പുല്ലുണ്ട്. ആ പുല്ലിൽ ഒരാൾക്കാർ ഒളിച്ചിരിക്കുകയാണ്. കാണിച്ചു തരാവേ. ഹലോ, കണ്ടില്ലേ? ദേ നോക്കിയേ, സൂക്ഷിച്ച് നോക്കിയേ. ഈ പുല്ലുകളിലൊക്കെ കുറച്ച് കൂട്ടർ ഒളിച്ചിരിക്കുന്നു. ദേ കണ്ടോ, എന്ത് രസമല്ലേ? പണ്ട് മഞ്ഞത്തുള്ളി എന്ന് പറഞ്ഞാൽ പിന്നെ ഈ സാധനം ഉണ്ടൊക്കെ മഞ്ഞത്തുള്ളിയാണോ മഴത്തുള്ളിയാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. അതേ പുല്ലിലൂടെ ഇതൊരു കൊഴുപ്പാണ് ഒരു സാധനം. മഴ പെയ്താലേ ഇവരെ നമ്മൾ പുല്ലുകളിൽ കാണുള്ളൂ. ഇതാ ഇതൊക്കെ നല്ല കാണാൻ എന്ത് ഭംഗി, കണ്ണിന് കുളിർമ എഴുകുന്നൊക്കെ പറയുന്ന പോലെ. അതെ മോളിത് കണ്ണിലാക്കും. പക്ഷെ പണ്ടൊക്കെ നമ്മൾ കണ്ണിലാക്കും. ഇപ്പോൾ ഇതൊന്നും ചെയ്യാൻ പാടുണ്ടോ എനിക്കല്ല. ഞാൻ ആക്കലുണ്ട്, എൻ്റെ മക്കളും ആക്കലുണ്ട് കേട്ടോ. ഇങ്ങനെ സ്കൂളിലേക്ക് മക്കളെ കയറ്റി വിടുമ്പോഴൊക്കെ ഇത് കണ്ടിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാറുണ്ട്. എനിക്കിഷ്ടമാണ്. എൻ്റെ കൂട്ടുകാരും ഒക്കെ എനിക്കിതൊക്കെ കാണുമ്പോൾ ഓർമ്മ വരും. ഞങ്ങളിതൊക്കെ എടുത്ത് കൊണ്ട് നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമുക്കൊക്കെ. ഇപ്പം ഇതൊന്നും അങ്ങനെയൊന്നും കാണുമല്ല, എവിടെയും പുല്ലും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒക്കെ അല്ലേ. ഇത് തന്നെ ഞാൻ ഈ ഒരു ഭാഗത്ത് മാത്രമേ കാണുന്നുള്ളൂ. ഈ ഒരു കയ്യാലെ കെട്ടിയതിൻ്റെ അടുത്ത് കുറച്ച് ചെടികൾ പുല്ലുകളുണ്ട്. ആ പുല്ലിൻ്റെ അടുത്ത് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന എന്ത് രസം. കണ്ടിട്ടും എനിക്ക് പോരാൻ തോന്നുന്നില്ല, അത്രയും കണ്ണിന് കുളിർമയായിരുന്നു. കാരണം ചില കാര്യങ്ങൾ നമുക്ക് കാണുമ്പോൾ നമ്മളെ സ്കൂളിൽ പഠിക്കുന്ന കാലം ഒക്കെ നമുക്ക് തിരിച്ച് കിട്ടുന്ന മാതിരിയാണ്. അതുപോലത്തെ ചില സന്ദർഭങ്ങളാണ് നമുക്ക് കിട്ടുക. അതിലൊരെണ്ണമാണ് ഇതാക്കുന്നത് നമ്മളത്. നിങ്ങൾ എവിടെയെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ? നമ്മൾ കണ്ടിട്ടുണ്ട്, എല്ലാവരും കാണണം കേട്ടോ.